പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ഇന്ത്യയും അത് പ്രത്യക്ഷത്തിൽ തന്നെ ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പാചകവാതക വിതരണ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്കും വാണിജ്യ ആവശ്യങ്ങൾക്കുമുള്ള പാചകവാതക സിലിണ്ടറുകൾ ഇപ്പോൾ ലഭിക്കാനില്ല. ഇതുമൂലം കാറ്ററിംഗ് ഉൾപ്പെടെ റെസ്റ്റോറൻറ്റ് ഉൾപ്പെടെയുള്ള മേഖലകൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നമ്മളോടിപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേർന്നു. നിലവിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് ഈ മേഖല കൂപ്പുകുത്തുകയാണ്. എന്താണ് നിങ്ങളുടെ ഒരു കാറ്ററിംഗ് മേഖല ഇപ്പം നല്ല ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൊമേഴ്സ്യൽ ഗ്യാസ് നമുക്കിപ്പം ലഭ്യത വളരെയേറെ കുറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ സീസൺ ടൈമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പാചകം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓഡിറ്റോറിയങ്ങളിൽ ഇപ്പം വിറക് കൊണ്ട് പാചകം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പം കൊമേഴ്സ്യൽ ഗ്യാസിനെയാണ് കൂടുതലായും കാറ്ററിംഗ് മേഖല ആശ്രയിക്കുന്നത്. ഏകദേശം 40,000-ഓളം ആളുകൾ ഈ മേഖലക്കകത്ത് ജോലി ചെയ്യുന്നുണ്ട്. നിരവധി കാറ്ററിംഗ് മേഖല കേരളത്തിലുടനീളം തൊഴിലും ഉപതൊഴിലും നൽകിക്കൊണ്ട് ഈ മേഖല പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം വലിയൊരു പ്രതിസന്ധിയാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാചകവാതകം ലഭ്യത കുറഞ്ഞു വരികയാണ്. അതോടൊപ്പം തന്നെ പാചകവാതകത്തിൻ്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില വർധനവും ഞങ്ങളെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾക്ക് ഞങ്ങൾക്ക് ബിസിനസ് കിട്ടാതിരിക്കുമ്പോൾ ആ തൊഴിലാളികളുടെ തൊഴിലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പല ഘട്ടത്തിലും ഗ്യാസ് ഏജൻസിയെ സമീപിച്ചു, ബുക്കിംഗ് കൊടുത്തപ്പോൾ ബുക്കിംഗ് എടുക്കാത്ത അവസ്ഥയാണ്, ഗ്യാസ് ലഭിക്കാത്ത ഒരവസ്ഥയാണ്. വളരെയേറെ പ്രതിസന്ധി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഗ്യാസിൻ്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നുള്ള ആവശ്യമാണ് ഈ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇതിനോടകം തന്നെ നിരവധി ഹോട്ടലുകൾക്ക് പൂട്ട് വീണു. കാരണം ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തന്നെയാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു നിലവിലെ തീരുമാനം? എന്താണ് യുദ്ധം എന്ന് പറയുന്നത്? ഒരു വികാരം, ഒരു കൗതുകത്തോടെ ആൾ നോക്കി നിൽക്കുമ്പോൾ ഈ യുദ്ധം സംബന്ധിച്ചിട്ടുള്ള ഒരു മിസൈൽ നമ്മുടെ വീടുകളിലും നമ്മുടെ ഇതുപോലുള്ള ഹോട്ടൽ മേഖലയിലുള്ള അടുപ്പുകളിലേക്കും വന്നു പതിച്ചപ്പോഴാണ് ഇതിൻ്റെ വികാരം ശരിക്ക് സമൂഹത്തിലേക്ക് പ്രതിഫലിക്കുന്നത്. നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് പഴമയെ മുഴുവൻ തള്ളിക്കളയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ മൊത്തം ആധുനികവൽക്കരിച്ച ഈ ഹൈജീൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾ ഹോട്ടലിൻ്റെ കിച്ചണൊക്കെ പോയി നോക്കിയാൽ കാണാം. അപ്പോൾ അതൊക്കെ ഹൈജീൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്തുമ്പോൾ അവിടെ നമുക്ക് യാതൊരു കാരണവശാലും ഒരു വിറക് അടുപ്പ് ഉപയോഗിക്കാൻ കഴിയാത്തതും അതിനുള്ള ഒരു സജ്ജീകരണം നിലനിൽക്കാത്തതുമായ ഒരു അവസ്ഥയിലാണ് ഈ പെട്ടെന്ന് ഇടുത്തി വീഴുന്ന പോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ഹോട്ടൽ മേഖല എടുത്ത് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഹോട്ടലുകളും ലക്ഷത്തോളം ഹോട്ടൽ യൂണിറ്റുകളും ചെറുതും വലുതുമായത്, അതോടൊപ്പം തന്നെ അതിൽ വ്യാപൃതരായിട്ടുള്ള തൊഴിലാളികളും അവരെ അനുബന്ധിച്ച് ആശ്രയിച്ച് നിൽക്കുന്ന വിവിധ മേഖലകളിൽ, ഇത് മത്സ്യമായാലും പച്ചക്കറി ആയാലും അനാദി ആയാലും മറ്റു തൊഴിലായാലും ഇവയൊക്കെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഹോട്ടൽ മേഖല. ഒരു ദിവസം കേരളത്തിലെ ഹോട്ടലുകൾ മുഴുവൻ അടച്ച് പൂട്ടിടപ്പെട്ടു എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിൽ എന്ത് സംഭവിക്കും? ഈ സമൂഹത്തിൻ്റെ സ്പന്ദനമാണ് ഈ ഹോട്ടൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ശ്വാസകോശമാണ്. ഈ ശ്വാസകോശം നിലച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സമൂഹത്തെ മൊത്തം ബാധിക്കും. ഇപ്പോൾ പെട്രോളിൻ്റെ വില വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഹോട്ടൽ ഒരു ദിവസം നിശ്ചലമായാൽ ഈ സമൂഹത്തിന് എന്ത് ബാധിക്കും എന്ന് പരിശോധിക്കേണ്ടത്. ഗ്യാസിനെ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണ് പറയുന്നത് പറഞ്ഞാൽ ഗ്യാസിൻ്റെ ലഭ്യത കുറവ്. ഈ ലഭ്യത കുറവാണെങ്കിൽ അത് നിശ്ചലമാവുകയാണ്. ഈ ലഭ്യത കുറവാകുമ്പോൾ ആ ഏജൻസിയായി ചോദിച്ചു നോക്കുമ്പോൾ പറയുന്നത് നമ്മൾ ഈ ബുക്കിങ്ങിൻ്റെ സംവിധാനം നമ്മൾ തന്നെ റോങ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു റോങ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ. കരിഞ്ചന്തയും അതുപോലെ തന്നെ പൂഴ്ത്തിവെപ്പും വലിയ പ്രതിസന്ധിയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 1900 രൂപ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് വിലയിൽ കിട്ടുമ്പോൾ അതിന് ഒരു സ്കാസിറ്റി ഉണ്ടാവുകയും അത് ലഭ്യമല്ല എന്ന് പറയുകയും 3000 രൂപയ്ക്ക് സാധനം ലഭ്യമാണ് ചില ആളുകൾക്ക്. ഈ 3000 രൂപയ്ക്ക് ഈ ഗ്യാസിൻ്റെ ഒരു സിലിണ്ടർ കൊണ്ടുവന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഗ്യാസിൻ്റെ ലഭ്യത സമൂഹത്തിൽ ഉറപ്പുവരുത്തുകയും ഈ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു അവശ്യ വസ്തുവായി പ്രഖ്യാപിക്കുവാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയും ആ രീതിയിലേക്ക് പോവുകയും കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഈ ഒരു പൊതുജനത്തിൻ്റെ ഒരു സാമൂഹ്യ വിഷയമായി ഇത് നിലനിർത്തിക്കൊണ്ട് ഈ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു അവശ്യ വസ്തുവായി പ്രഖ്യാപിച്ച് നമുക്ക് നിർലോഭം അത് ലഭിക്കണം. എങ്കിൽ മാത്രമേ ഈ മേഖല നിലനിൽക്കുള്ളൂ. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും കരിഞ്ചന്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയിടുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.